അല്ല താനെപ്പോഴും മണ്ടത്തരം മാത്രമേ പറയാറുള്ളൂ. അതേലോ, അല്ലാതെ തന്നെ പോലെ ആദ്യം കയറി കിസ് ആ പ്രതാപേ, വരൂ വരൂ, ഇരിക്കിരിക്കി. എത്ര നാളായി കണ്ടിട്ട്. അതേടോ. പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് എൻ്റെ ഭാര്യ സുചിത്ര. ഇതെന്റെ മൂത്ത മോനാ യുവാൻ. ഇതാ എൻ്റെ ഭാര്യ. അതെന്താ അപ്പൊ ചെക്കനെ കൊണ്ടുവന്നില്ലേ? അവനെ കൊണ്ടുപോകാതിരിക്കോ വീണ്ടും മോനെ? ദേ വരുന്നു. ആ മോനെന്താ ചെയ്യുന്നേ? അവൻ വേറൊന്നും ചെയ്യുന്നില്ല, വെറുതെ വീട്ടിൽ തന്നെ. അമ്മ അല്ല, അവൻ ഞങ്ങളുടെ കമ്പനി തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ പോവാ. അപ്പൊ പുതിയ CEO ആയിട്ട് ചാർജ് എടുക്കാൻ പോവാ? അല്ല, അവൻ ഓഫീസ് സ്റ്റാഫായിട്ട് കേറിയിട്ട് പിന്നെ എല്ലാം കമ്പനിയൊക്കെ പഠിച്ചിട്ടേ പിന്നെ വേണമെങ്കിൽ CEO ഒക്കെ ആക്കാമല്ലോ. അത് നല്ലതാ പ്രതാപേ. കമ്പനിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് കയറിയാൽ മതി. അല്ലെങ്കിൽ എൻ്റെ മോനെ മോളെ പോലെ ആയിപ്പോവും. രണ്ടുപേർക്കും കമ്പനിന്ന് കേട്ട പ്രാന്താകും. പിന്നെ വീട്ടിൽ വരുമ്പോൾ മാത്രമേ ഇവർ രണ്ടുപേരും അടങ്ങിയിരിക്കുന്നുള്ളൂ. ആണോ? മോള് നല്ല വർക്കഹോളിക്കാണല്ലേ. അപ്പോഴാണെങ്കിൽ ഞങ്ങളുടെ ബ്രാഞ്ചിൽ പുതിയ CEO ആയിട്ട് മോളെ തന്നെ ഏൽപ്പിക്കാമല്ലേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അല്ലേടാ മോനെ? അത് നല്ല തീരുമാനിച്ചാ. അപ്പൊ എനിക്കാണെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ ചെയ്യാലോ. ഓഹോ, ഇവന്റെ വായി ഇങ്ങനത്തെ ഒക്കെ വർത്താനം വരുമോ? ഞാൻ അവളെ കെട്ടിപ്പോലുമില്ല, അതിനു മുമ്പ് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അല്ല, മോളെവിടെ? ഞാൻ വിളിക്കാവേ. മോളെ മൃണ. ഇവൻ ഇന്നലെ മാല വെച്ച് കണ്ടവനല്ലേ? എടാ വാവേ, ഇവനെന്താ ഇവരുടെ കൂടെ വന്നിരിക്കുന്നത്? ഇവനാ നിന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതാണ്. ഓ, അപ്പം മനപ്പൂർവ്വമാണ് വന്നതല്ലേ? മോളുടെ പേരെന്തായിരുന്നു? മൃണാളിനി. മൃണാളിനി മിത്ര. പേര് പോലെ കുട്ടിയെ കാണാനും നല്ല ഭംഗിയുണ്ട് അല്ല ചേട്ടാ? അത് പറഞ്ഞത് ശരിയാ, കുട്ടിയെ കാണാൻ കൊള്ളാം. അല്ലടാ, നിനക്കെല്ലാം ഇഷ്ടപ്പെടണ്ടേ? ശരിക്കും നോക്കിക്കോ, ശരിക്കും നോക്കിട്ട് പറ. ചേട്ടാ ശരിക്കും നോക്ക്, ശരിക്കും നോക്കിയിട്ട് ഇഷ്ടമായിരുന്നു പറയാട്ടാ. പെണ്ണിതെന്തേ കാണിക്കണ എന്റെ ദൈവമേ? എന്താടോ താനൊന്നും മിണ്ടാത്ത? പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? കല്യാണത്തിന് സമ്മതമൊന്നും അല്ലേ? അത് ചേട്ടാ അങ്ങോട്ട് പറ മുത്ത, ഇഷ്ടമല്ലെന്ന്. എനിക്ക് പെൺകുട്ടി ഇഷ്ടായി. എപ്പോഴാ കല്യാണം? മനപ്പൂർവ്വം ഇങ്ങനെ കാണിച്ചത് എനിക്ക് ഇവനെ കേട്ട. അല്ല, മോൾക്ക് ഇഷ്ടാണോന്ന് ചോദിച്ചില്ലല്ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല, അവക്കിഷ്ടാ അല്ലേ? അതെ, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അവക്കിഷ്ടവാ. അല്ല, എന്നാലും അവളൊന്നും സംസാരിച്ചില്ലല്ലോ ചെക്കനോട്. അതൊരു നല്ല ഐഡിയ. അല്ല, എനിക്കൊന്ന് സംസാരിച്ച കൊള്ളാന്നുണ്ട്. അപ്പടെ മോള് ചെക്കനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? അത് വേണല്ലോ പപ്പേ. ഫോളോ മീ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എന്ത് ഇഷ്യൂ? ഇഷ്യൂ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. മൃണാളിനി, നമ്മളെ കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. ഓ, അപ്പൊ തനിക്ക് അറിയാനോ താൻ ഇങ്ങോട്ടാ വരുന്നേന്ന്? അറിയായിരുന്നെങ്കിൽ ഞാൻ ഈ ഡയറക്ഷനിലേ വരില്ല. പറഞ്ഞില്ലേ, എന്നാ തനിക്ക് പൊക്കൂടെ. ഇങ്ങനെ ചൂടാവല്ലേ? ഞാൻ ചൂടായ തനിക്കെന്താ? താനൊന്ന് പോയാലേ മതി, അത്രയും സമാധാനം. എനിക്ക് തന്നെ ഇഷ്ടമായി. പിന്നെ തന്നെ ഒപ്പീനിയൻ അതെനിക്കറിയാം, തനിക്ക് എന്നെ ഇഷ്ടമായിരുന്നു. അത് താൻ നേരെ വീട്ടുകാരോട് ചോദിച്ചെന്ന് പറ. എന്നാ കേട്ടോ, എനിക്ക് തന്നെ ഇഷ്ടായില്ല. എന്താ തന്റെ വീട്ടുകാരുടെ മുമ്പിൽ പോയി പറയണോ? അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. പ്ലീസ്, തനിക്കൊന്ന് പറഞ്ഞൂടെ തനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന്? എടാ അങ്കി, നീ ആയിട്ടാണെങ്കി പ്രൊപ്പോസല് മുടക്കുന്നെങ്കി ഓൾറെഡി നിന്നെ പപ്പയും യുവാനും കൂടെ ആ കമ്പനി കേറ്റാൻ സമ്മതിച്ചേക്കുവാ. എങ്ങാനും നീ ഇത് മുടക്കിയ മോനെ, നിന്നെ ആ വീട്ടിൽ ഞാൻ കയറ്റാൻ സമ്മതിക്കില്ല. പിന്നെ നീ ആ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം അത് മറന്നേക്ക്.
എടോ ഞാൻ പറയുന്നത് താൻ കേൾക്കുന്നുണ്ടോ? ഏ ആ, ഞാൻ നോ പറഞ്ഞാൽ ശരിയാവില്ല. താൻ അത്ര അറിഞ്ഞാ മതി. എനിക്കത്ര അറിഞ്ഞാ പോരടോ. അതെ, എനിക്ക് ഈ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് കെയർ. തനിക്ക് താല്പര്യമില്ലെങ്കിൽ താൻ തന്നെ പോയി പറയണം. കേട്ടോ മൃണാളിനി? തനിക്കാണ് ഈ പേരിട്ടത്? സച്ച് ഓൾഡ്. ഈ ഓൾഡീസ് മൊത്തം ബാഡ് വൈബാണല്ലോ. ഈ വൈബ് ഒന്ന് സ്പൈസ് ആക്കാൻ എന്റെ പ്ലാൻ എന്താ വരാത്തത്? മേഘേ, എന്താ മോൻ ഭയങ്കര സൈലന്റ് ആണോ? അത് ഇപ്പൊ നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാ. അല്ലെങ്കിൽ ഇവനും അവളും കൂടെ വീട് തിരിച്ചു വെക്കും. ആണോ ഹീതെ? അല്ല ഇപ്പൊ എന്ത് ചെയ്യുവോ? ചോദിക്കുന്ന കേട്ടില്ലടാ. +1 സയൻസ്. +1 പഠിക്കണ ചെക്കനാ. എന്തേ, കണ്ടിട്ട് തോന്നിയില്ലേ? അല്ല, നിന്നെ കണ്ടാലേ നിന്റെ ആന്റീനെ കെട്ടിക്കുന്നതിന് മുമ്പ് നിന്നെ കെട്ടിക്കേണ്ട അവസ്ഥയാണല്ലോ. മമ്മ, ഇതെന്താ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? എടാ പപ്പ പറഞ്ഞ കേട്ടില്ലേ? കഴിഞ്ഞു പപ്പ, നമുക്ക് പോയാലോ? എന്നാ വസുദേവേ, എന്നാ ഞങ്ങളങ്ങ് ഇറങ്ങിയേക്കുക. പിന്നെ കൊച്ചിന്റെ തീരുമാനം എന്താന്ന് പറഞ്ഞിട്ട് സൗകര്യം പോലെ വിളിച്ചു പറഞ്ഞാൽ മതി. ശരിയെന്നാ. അനുജി, എന്തായി സംസാരിച്ചിട്ട്? എന്തോന്ന് നിന്റെ കയ്യിൽ മുടക്കാൻ പ്ലാൻ ഉണ്ട്, അമ്മ അങ്ങനെയാണ് ഉണ്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എവിടെയാണ് നിന്റെ പ്ലാൻ? മര്യാദക്ക് ഞാൻ മുടക്കിയ പൈസ ഞാൻ തന്നു. മുടക്കിയാ പോരെ? മൈ പ്ലാൻ ഓൺ ദ വേ ആയിരിക്കും എന്നാ തോന്നണേ. അവന്റെ ഒരു തോന്നല്. പ്ലാൻ എന്ന്. നമസ്കാരം. അല്ല, ആരാ? അല്ല, വിശ്വനാഥനച്ഛൻ. എന്താ മോനെ? ഞങ്ങളെ അനുഗ്രഹിക്കണം. അതിന് നീ ഒറ്റയ്ക്കല്ലേ? അങ്ങനെയല്ല അച്ഛാ, ഞാനും എന്താന്ന് മഹേന്ദ്ര. ഈ കൊച്ചിന്റെ പേരെങ്ങാനത് പണ്ടാരം. മൃണാലിനി എന്നല്ലേ ചേട്ടൻ ഉദ്ദേശിച്ചത്? ഓ, താങ്ക് യു മോനെ. നോ മെൻഷൻ. മനുഷ്യനല്ലേ? ചളിനോ. ഞാനൊന്ന് പറയട്ടെ, ഞാനും ഇവളും തമ്മിൽ. അല്ല മോനെ, അത് എന്റെ ഭാര്യ. അയ്യോ സോറി, കൈമാറിപ്പോയതാ. ഇവളും തമ്മിൽ 4 വർഷമായി അഗാധമായ പ്രണയത്തിലാണ്. ഞങ്ങളെ ഒരിക്കലും ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല. അതിന് അച്ഛനും ആരും ഇടപെടരുത്. ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചോളൂ. അയ്യോ, ഇപ്പൊ പറ്റില്ല അച്ഛാ. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ നല്ല ഒരു വലിയ ഭാവിയിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളുമായി ഇവിടെ വന്ന് അവളെ കല്യാണം ആലോചിച്ചോളാം. അതുവരെ എൻ്റെ പ്രാണസഖിയെ ഇവിടെ നിന്ന് ആരെയും കെട്ടിക്കാതിരുന്നാൽ മതി. അച്ഛനോട് എനിക്ക് ആ ഒരു അഭിപ്രായം മാത്രമേ പറയാനൂ. ആയിക്കോട്ടെ മോനെ, ആയിക്കോട്ടെ. മോനിങ്ങനെ സങ്കടപ്പെടാതെ. ഇപ്പൊ മോൻ ചെല്ല്. മോന്റെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് വാ. അല്ല സോറി, മാതാപിതാക്കൾ. അങ്ങനെ ആവട്ടെ അച്ഛാ. ശരി, എന്നാ ഞാൻ ഇറങ്ങുവാ. പോയി വരാം മോളുസേ. എന്നാലും ആ ചെറുക്കനെ ആ പേരൊന്നും പഠിക്കാൻ പറ്റിയില്ലല്ലോ. അതിന് ഞാൻ പേരെഴുതി കൊടുത്തതാ. എടാ, നീ പോയ കാര്യം പറയാന്ന് പറഞ്ഞിട്ട് എന്താടാ ഒന്നും പറയാ? എടാ എന്താ കേക്കണില്ല? എന്താ? അന്ന് ഈ മൂലക്കേട്ട് കിട്ടുവാ, മൂലക്കേട്ട്. ഓക്കേ. അപ്പൊ യുവാനും പ്രതാപും കൂടെ കല്യാണം ഉറപ്പിച്ച് സിംഗിൾ ലൈഫ് ഗോ. അതിന് ഞങ്ങിട്ടെ വേറെ ജനിക്കണം. Ho, ho, ho! Merry Christmas!